SSC എക്സാമിനുള്ള പഠനം അവസാനിപ്പിക്കേണ്ട ഏറ്റവും നല്ല സമയം ഇതാണ്. SSC എക്സാമിന് കുറേ നാളുകളായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരായിരിക്കാം. ഏത് സമയമാണ് ഒരു എക്സാം പഠനം അവസാനിപ്പിക്കേണ്ട സമയം? അല്ലെങ്കിൽ കുറേ നാളായിട്ട് പഠിച്ചു, ഇതുവരെ ആയിട്ടും കിട്ടിയില്ല, ഇനി പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എനിക്ക് കിട്ടാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് നിങ്ങളൊരു എക്സാം ക്വിറ്റ് ചെയ്യേണ്ടത്, അവസാനിപ്പിക്കേണ്ടത്, ഇനി പഠിക്കുന്നില്ല എന്ന് തീരുമാനിക്കേണ്ടത്? പലപ്പോഴും ഒരു ഇമോഷണൽ തോട്ടിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു ഇമോഷൻ്റെ പുറത്താണ് നമ്മൾ ഈ ഒരു കാര്യത്തെ ഡീൽ ചെയ്യുക. ഇനി ഞാൻ പഠിക്കുന്നില്ല, ഒരു എക്സാം അങ്ങോട്ട് ഫെയിലായി തിരിച്ചു വന്നു, ഞാൻ ഇനി പഠിക്കുന്നില്ല, എന്നെ കൊണ്ട് ഇനി പഠിച്ചിട്ട് കാര്യമില്ല, എനിക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ കഴിയില്ല, നമ്മൾ തന്നെ നമ്മളെ ചാപ്പ കുത്തുകയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ CGL എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. എഡ്യൂക്കേറ്റി എന്ന് പറയുന്ന ഒരു എക്സാം നടത്തിപ്പ് ബോഡി വന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ എക്സാമുകൾ വന്നു. പല എക്സാമുകളിലും SSC എക്സാമുകളിൽ കുറേ അധികം മാൽ പ്രാക്ടീസുകൾ നടന്നു. അപ്പോൾ അത് ഇപ്പോൾ ചർച്ചയിലുണ്ട്. അതിനിടയ്ക്ക് വേക്കൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എക്സാം ഇപ്പോൾ നീട്ടിവെക്കുകയാണ്, പോസ്റ്റ്പോൺ ചെയ്യുകയാണെന്നുള്ളൊരു തീരുമാനം വരുന്നുണ്ട്. നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അങ്ങനെ കുറേ പ്രതിസന്ധികൾ നിങ്ങളുടെ മുന്നിലുണ്ട്. യെസ്, എനിക്കറിയാം, നിങ്ങൾ ഈ പ്രതിസന്ധികളുടെയൊക്കെ മുൾമുനയിൽ കൂടിയാണ് നടന്നു പോവുക. നിങ്ങളുടെ ജീവിതം തുലാസിലാണോ, ഞാനിനി പഠിക്കണോ, ഭാവി എന്തായിരിക്കും, ഇതൊക്കെ നിങ്ങളുടെ സംശയമാണ്. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ മക്കളെ, നിങ്ങൾ നിർത്തേണ്ട സമയം ഇതാണോ? നിങ്ങൾ എന്തുകൊണ്ടാണ് നിർത്തണമെന്ന് തീരുമാനിക്കുന്നത്? ആത്മാർത്ഥമായി ജോലി വേണ്ട എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണോ, അതോ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ കാരണമാണോ? തീർച്ചയായും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ നിങ്ങളെ ഇമോഷണലി വല്ലാണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ എന്തിനാണ് ഇറങ്ങിത്തിരിച്ചത്? നിങ്ങൾ എന്തിനാണ് പഠിച്ചു തുടങ്ങിയത്? ഒരു ഗവൺമെൻറ് സർവീസിലേക്ക്, അതും ഒരു കേന്ദ്ര സർവീസിലേക്ക് എത്തുക എന്നുള്ളതാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന പോസ്റ്റാണ്, നല്ല പവറുള്ള പോസ്റ്റാണ്, അത്യാവശ്യം നല്ല സാലറി ഉള്ള പോസ്റ്റാണ്. സ്വാഭാവികമായിട്ടും അത് തന്നെ ആയിരിക്കാം നിങ്ങളെ ആകർഷിക്കാനുള്ളൊരു പ്രധാന കാരണം. ഇപ്പോൾ അതെല്ലാം മാറ്റിവെച്ച് വീണ്ടും നിങ്ങൾ പഴയതുപോലെ ഒരു പ്രൈവറ്റ് ജോലിയിലേക്ക് പോകുന്നു എന്നാണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? മക്കളെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയണം. നിങ്ങൾ ക്വിറ്റ് ചെയ്യേണ്ട സമയം തീർച്ചയായിട്ടും ഇതല്ല. ഒരു ഇമോഷൻ്റെ പുറത്ത് എടുക്കേണ്ട തീരുമാനമല്ല ഇത്. കാരണം ഇപ്പോൾ ഒരു ഏജൻസിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുക. ആ ഏജൻസിയുടെ പ്രശ്നങ്ങൾ മറ്റൊരു ഏജൻസി വരികയോ അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റുന്നതായ കാര്യങ്ങളാണ്. ഇത്രയും നാളും എക്സാമിനേഷൻ നടത്തിയത് അതോടുകൂടി പരാജിതമായി പോവുകയാണെന്നൊന്നും അതിന് അർത്ഥമില്ല. നിങ്ങളുടെ വേക്കൻസി അവിടെ തന്നെയുണ്ട്, നിങ്ങൾക്ക് ആ വേക്കൻസിയിലേക്ക് എത്തിപ്പെടാനും പറ്റും. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നിങ്ങളുടെ മനസ്സൊന്ന് കുറച്ചുകൂടി സ്ട്രോങ് ആക്കി എടുക്കാൻ, നിങ്ങളുടെ മനസ്സിൽ കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ബിൽഡ് ചെയ്യാൻ. അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഇനിയും എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പലപ്പോഴും അടുത്ത് നിങ്ങൾ കരഞ്ഞിട്ടുണ്ടാവും, പല രാത്രികളിലും നിങ്ങൾക്ക് ഉറക്കം കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾ കുറേ അധികം കാര്യങ്ങൾ ഇതിനോടകം ത്യജിച്ചിട്ടുണ്ട്, കുറേ സന്തോഷങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ശരിയാണ്, ഞാൻ എഗ്രി ചെയ്യുന്നു, ഒരിക്കലും ഞാൻ അതിനെ തള്ളി പറയുന്നില്ല, യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം എന്ന് തീരുമാനിച്ച ആ ദിവസം, ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി പരീക്ഷകളൊക്കെ കഴിഞ്ഞ് PG ഒക്കെ കഴിഞ്ഞ് ഇനിയും SSC എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, ഒരു നല്ല പൊസിഷനിലേക്ക് എത്തുന്ന യൂണിഫോം ഒക്കെ ഇട്ടല്ലേ, പലതരത്തിലുള്ള യൂണിഫോം പോസ്റ്റുകളിലുണ്ട്, ആ യൂണിഫോം ഒക്കെ ഇട്ട് നിൽക്കുന്ന, നല്ല ശമ്പളം വാങ്ങുന്ന, ഫാമിലിയെ നല്ല രീതിയിൽ നോക്കുന്ന ആ ഒരു സുദിനം നിങ്ങൾ ഓർക്കുന്നില്ലേ? മക്കളെ, അതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എങ്ങും പോയിട്ടില്ല. ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഈ പ്രശ്നങ്ങൾക്ക് പുറകെ പോകാതെ ആത്മാർത്ഥമായി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പ്രശ്നങ്ങൾ ഒരു വഴിക്കൂടെ അങ്ങ് നടന്നോളൂ. നിങ്ങളുടെ എക്സാമും ഇപ്പുറത്തൊരു വഴിക്കൂടെ നടക്കും. എക്സാമിൻ്റെ സമയമാകുമ്പോൾ അയ്യോ ഞാൻ പഠിച്ചില്ലല്ലോ, ഞാൻ ആ പ്രശ്നങ്ങൾക്ക് പുറകെ പോയതായിരുന്നല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളുടെ സമയവും നിങ്ങളുടെ പ്രാധാന്യവും ഒക്കെ കളയാതെ ഡയറക്റ്റായിട്ട് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയമായത്. CGL എക്സാമിന് വേണ്ടി എത്രത്തോളം ആത്മാർത്ഥമായി നിങ്ങൾക്കിപ്പോൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം പ്രാധാന്യത്തോട് പഠിക്കാൻ പറ്റുമോ, ആ പഠനം മക്കളെ നിങ്ങൾ ആക്ഷനിൽ കൊണ്ടുപോകാം. ഉറപ്പായിട്ടും 2026 വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ നല്ലൊരു വിജയം നിങ്ങൾ നേടും. പക്ഷെ നിങ്ങൾ കളയുന്ന ഓരോ നിമിഷവും നിങ്ങൾ ഈ മറ്റു കാര്യങ്ങളിൽ ക്വിറ്റ് ചെയ്യട്ടെ, ഞാൻ ഇനി പഠിക്കുന്നില്ല, ഞാൻ നിർത്തുകയാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയം നിങ്ങൾ വേസ്റ്റാക്കി കളയുമ്പോൾ നിങ്ങളും CGL തമ്മിലുള്ള ദൂരം വീണ്ടും കൂടും. ചിലപ്പോൾ വീണ്ടും നിങ്ങൾ ഒരു വർഷം കൂടെ ട്രൈ ചെയ്യേണ്ടി വരും, വീണ്ടും അതിനടുത്ത വർഷം ട്രൈ ചെയ്യേണ്ടി വരും. വേണ്ട, നമുക്ക് ഈ 2026 CGL എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അവസാനിപ്പിക്കാം. യെസ്, തീർച്ചയായും അവസാനിപ്പിക്കാൻ തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷേ അത് നേടിയിട്ടാവണം, ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തിട്ടാവണം. ഞാനൊരു കണക്ക് പറഞ്ഞു തരട്ടെ മക്കളെ. 100 പേര് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ഒരാൾക്കായിരിക്കും ഒരു പക്ഷേ CGL ജോലി കിട്ടാൻ ചാൻസ് ഉള്ളത്.
100 പേര് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ചാൻസ് ഉള്ളത് വെറും ഒരാൾക്കോ അതിൽ താഴെയോ ആയിരിക്കും. ആ ഒരാളിലേക്കോ അല്ലെങ്കിൽ ആ വളരെ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ചാൻസിലേക്കോ ആണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. വളരെ ദുഃഖകരമായ കാര്യമായിരിക്കും. പക്ഷേ ആത്മാർത്ഥമായി എല്ലാ ദിവസവും ഈ എക്സാമിന് വേണ്ടി ഫയറോടുകൂടി നിന്ന് പോരാടിയ കുട്ടികളെ നാല് ചോദിക്കുക. അവരിൽ പലരും ഇന്ന് SSC CGL എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത് ഒന്നെങ്കിൽ സർവീസിലുണ്ട്, അല്ലെങ്കിൽ സർവീസിലേക്ക് കയറാനായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് നിങ്ങളാണ്. നിങ്ങളാകണമെങ്കിൽ മക്കളെ ഈ നിമിഷം തൊട്ട് പൊരുതി തുടങ്ങുക. ഈ CGL എക്സാമിനേഷൻ ഞാൻ ക്രാക്ക് ചെയ്യും. ഈ CGL എക്സാമിനേഷനോടുകൂടി ഞാൻ എൻ്റെ പഠനം ക്വിറ്റ് ചെയ്യും, ഉറപ്പാണ്. പക്ഷെ നേടിയിട്ടല്ലാതെ ഞാൻ ഈ എക്സാമിനേഷൻ ക്വിറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിക്കുക. 2026 തന്നെ മക്കളെ നിങ്ങൾക്കതിന് സാധിക്കട്ടെ. ഒറ്റ കണ്ടീഷൻ മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയി പഠിക്കാം. ഇതൊരു ഗെയിമാണ്. ഈ ഗെയിമിൽ ടയർ 1 4 സെക്ഷനുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. ജനറൽ അവയർനെസ്, അതേപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ്, പിന്നെ അതേപോലെ മാത്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇൻ്റലിജൻസ്, ഇങ്ങനെ 4 സെക്ഷനുകൾ വരും. ഓരോ സെക്ഷനുകളിലും 25 ചോദ്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതവും നിങ്ങൾക്ക് തരും. അതായത് ആകെ ഓരോ സെക്ഷനിലും 50 മാർക്ക് വീതം 4 സെഷനുകളിലായിട്ട് 200 മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വരും. ഈ 200 മാർക്കിന്റെ ചോദ്യങ്ങൾ ഫൈൻഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ മുൻപിൽ ഉത്തരവും കാണും. 4 ഓപ്ഷനുകൾ കാണും. ആ 4 ഓപ്ഷനുകളിൽ ഓരോ ഓപ്ഷൻ ശരി ഉത്തരവുമായിരിക്കും. ഒരു സംശയവും വേണ്ട. അതായത് ഇതൊരു ഗെയിമാണ്. 4 ഓപ്ഷനുകൾ തന്നിട്ടുള്ളതിൽ നിന്ന് 3 തെറ്റുത്തരങ്ങളെ ഒഴിവാക്കി ഒരു ശരിയുത്തരത്തിലേക്ക് വരുന്ന ആ 25% സാധ്യതാ ഗെയിമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ ബാറ്റിലാണ് നിൽക്കുന്നത്. ഇതിൽ ഒരു ചോദ്യമെങ്കിലും തെറ്റിയാൽ, ശരിയല്ലാത്ത 3 ഓപ്ഷനുകൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ -0.50, അതായത് 1/2 മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാകും. ഒരു ചോദ്യം ശരിയാക്കുമ്പോൾ 2 മാർക്ക് നേടുമ്പോൾ, ഒരു ചോദ്യം തെറ്റിക്കുമ്പോൾ 1/2 മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാകും. യെസ്, നിങ്ങളൊരു ഗെയിമിലാണ്. ആ ഗെയിം വളരെ ഭംഗിയായി സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് കളിക്കുക. മറ്റെല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ചിട്ട് സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് കളിക്കുക. എക്സാം നടക്കും മക്കളെ. നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരും. അതിനൊന്നും ഒരു സംശയവും വേണ്ട. എക്സാമിനേഷൻ നടക്കും. പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ജോലിയിൽ കയറുകയും ചെയ്യും. ആ ജോലിയിൽ കയറുന്നവർ ഒരാൾ നിങ്ങളാകാനായിട്ട് മക്കളെ ഇപ്പൊ തന്നെ തുടങ്ങിക്കോ, ഒരു സംശയവും വേണ്ട. അപ്പൊ അതിനു വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സിന്റെ SSC CGL വീര ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതൊരു ക്രാഷ് ബാച്ചാണ്. ഈ ക്രാഷ് ബാച്ചിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ 4 സെക്ഷനുകളാണ് ടയർ 1 പരീക്ഷയ്ക്കുള്ളത്. ഈ 4 സെക്ഷനുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് ആ ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കാം. ഏതാണ്ട് 250+ അവേഴ്സിന്റെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഇതിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ ഏതാണ്ട് 60+ അവേഴ്സിന്റെ ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരിക്കും. ഇതൊരു ടൈം ഗെയിമാണ്. 60 മിനിറ്റിൽ 200 മാർക്കിന്റെ 100 ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ 60 മിനിറ്റിൽ നിങ്ങൾക്ക് ഇത് ചെയ്യണമെങ്കിൽ പരമാവധി ചോദ്യങ്ങൾ ചെയ്തു പഠിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതുകൊണ്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്നത്. ഇത് കൂടാതെ A4 സൈസ് പ്രിന്റബിൾ നോട്ട്സ് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അതും കൂടാതെ പരമാവധി ഡെയിലി വീക്ക്ലി എക്സാമുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ദെൻ ഒരു പ്രോപ്പർ മെന്റർ ഉണ്ടായിരിക്കും. ആ മെന്ററിന്റെ മെന്റർഷിപ്പ് സെഷനുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ തലതൊട്ടപ്പൻ അമൽ സാറിന്റെ എല്ലാ ആഴ്ചയിലെയും മോട്ടിവേഷണൽ സെഷൻ നിങ്ങളെ ഈ പഠനത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് തീർച്ചയായിട്ടും നിങ്ങളെ ഉപകരിക്കും. ഒരു സംശയം വേണ്ട. വെറും 2999 രൂപയ്ക്ക് ഒരു എയർലി ബിഡ് ഓഫറിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഈ ബാച്ചിൽ ഈ ഒരു ഓഫർ ഉണ്ടാവുകയുള്ളൂ. 2999 രൂപയാണ്. അതായത് 4000 രൂപയുടെ ബാച്ചാണ്. 2999 രൂപയ്ക്ക് നിങ്ങൾക്ക് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാം. അതിന് വേണ്ടിയിട്ട് 8281223366 നമ്പറിലേക്ക് വിളിക്കാം. ഇല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. അല്ലെങ്കിൽ നേരെ നമ്മുടെ ആപ്പിൽ കയറി അഡ്മിഷൻ എടുത്താൽ മതി. മക്കളെ, ഒരു ബാറ്റിൽ തുടങ്ങാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിക്കുക. അവരും ഈ വീഡിയോ കാണട്ടെ. അവരുടെയും മനസ്സ് സ്റ്റിക്ക് ഓൺ ചെയ്ത് എക്സാം നേടും വരെ, ഈ വർഷം ഈ എക്സാമിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ പ്രാപ്തിയാകും വരെ പൊരുതാൻ, മുന്നോട്ട് പോവാൻ ധൈര്യം കാണിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. നമുക്ക് ക്ലാസ്സിൽ കാണാം.